കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മുന്നേ താൻ വേദധ്വനി കേട്ടിട്ടു ബുദ്ധി കൊണ്ടു നന്നായി കർമ്മങ്ങളിൽ തദ്ഭോഗസുഖേച്ഛയാ ഹിംസയാ കളിപ്പാനായാധീനലാഭത്തിനും പശുക്കൾ തന്നെ ഹതം ചെയ്തിട്ടു യജിക്കുന്നു. പശുക്കൾ പോലെ വാഴും ഗലന്മാരായ ജനം പശുപ്രാണികൾ തമ്മിൽ തിന്നല്ലോ വാഴൂ ന്യായം. ദേവതായ ജനമിതെങ്കിലോ ഇതുകൊണ്ടു കേവലം പിതൃഭൂതപതിയെ യജിക്കയും വേണമോ? ദേവയജ്ഞാൽ ഗലന്മാർ യജിച്ചിക കാണുന്നു. പിതൃഭൂതപതിയെ മറ്റും പാർത്താൽ സ്വപ്നതുല്യമാം സ്വർഗം ശ്രവണപ്രിയലോകം വിഘ്നമാമിതു മനസ്സിങ്കലേ സങ്കൽപ്പിച്ചു. രാജസ സത്വതമോ നിഷ്ഠന്മാരായിരിക്കുമജവാസവർ മുമ്പാം ദേവകളവർ തന്നെ. രാജസ സത്വതമോ ബുദ്ധികളായിട്ടിത്തം യജിച്ചും ഉപാസിച്ചും സ്വർഗം ബുക്കവിടന്നും പതിച്ചു. പുണ്യശേഷാലിവിടെ മഹാകുലേ ജനിച്ചു. മഹാശാലരയേടം പുനഃപുനരേവം പുഷ്പിതം പൂർവവേദവാക്യങ്ങൾ കൊണ്ടും അവന് തന്നിൽ നൃക്കൾ തന്നെ ഹൃച്ചഞ്ചലാൽ ബദ്ധരായ സംസാരത്തിൽ മഗ്നരായതിലതിബുദ്ധിഹീനരായി പരവിഷയങ്ങളിൽ നോക്കി നിൽക്കുന്ന ജനങ്ങളിൽ പരമാർത്ഥകമായി നിൽക്കുന്നോരെന്റെ പരമാർത്ഥമാം വാക്കും യജ്ഞം ഇവർക്കോ ശോഭിക്കുന്നതില്ലതുമേറ്റം ഗൂഢം. ഇവർക്കു ദൃശ്യമല്ലാതൊക്കുകിൽ പ്രത്യക്ഷമാം ബ്രഹ്മാത്മവിഷയങ്ങളാകിയ വേദങ്ങളും കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും പിന്നെ ജ്ഞാനകാണ്ഡവുമിത്തം മൂന്നു കാണ്ഡമായിക്കൊണ്ടു
മുന്നേതാൻ പരോക്ഷവാക്യങ്ങളാം വേദങ്ങളെ ഋഷികൾ പരോക്ഷ കാര്യങ്ങളാം ഇവയെന്ന് വിഷമിച്ചിട്ടു അറിയുന്നു. ജന്മം വന്നതു കർമ്മഭോഗങ്ങൾ പോരായ്കയാൽ ജന്മം വന്നതു കർമ്മഭോഗങ്ങൾ പോരായ്കയാൽ ജന്മത്താൽ കർമ്മമോഹം വർദ്ധിച്ചു പെരുകുന്നു. ജന്മകർമ്മങ്ങൾ തൃപ്തി വന്നിടാത്തതെന്തെന്നാൽ തന്നെ അജ്ഞാനത്താൽ എന്നതീ പറയേണ്ടു. ആയതുകൊണ്ടു കർമ്മഭോഗങ്ങൾ നിലപ്പിച്ചു ചേതസി ജ്ഞാനം വരുത്തിയിടുവാനായിക്കൊണ്ടു ചെയ്തതു പരോക്ഷമാം കർമ്മകാണ്ഡത്തെ മുമ്പിൽ കൈതവമിനി വർണ്ണം തിരിച്ചു നിർത്തി വീണ്ടും ഭോഗങ്ങൾ ഭുജിപ്പിനെന്നാകിലും നിൽക്കായകയാൽ ഭോഗങ്ങളിന്ന ജാതിക്കിന്നതേ ചെയ്യാവിതു എന്നു കൽപ്പിച്ചു. മദ്യമാംസങ്ങൾ യജ്ഞത്താലും നന്ദനലാഭത്തിനു സ്ത്രീ സംഘം വേളി ചെയ്തു. നന്ദനലാഭത്തിനു സ്ത്രീ സംഘം വേളി ചെയ്തു. ഇഷ്ടിയോടാനന്ദമായിരുന്നു കൊൾവിൻ പിന്നെ ഇഷ്ടിശേഷത്തെ ഭുജിക്കുന്നത് യോഗ്യമല്ല. ഗ്രാണിച്ചും ഹോമിച്ചിട്ടും കളവിൻ മറ്റു വേണ്ട പ്രാണവല്ലഭതന്നെ പുത്രങ്കലാക്കിയിടുവിൻ. വേഗേന തപസ്സിനു വനത്തിൽ പോവിനെന്നും ഭോഗത്തെ കുറിച്ചുപാസനയെ കൽപ്പിച്ചിതു. ബ്രഹ്മമൊന്നുണ്ടു ചിത്തമുടക്കി നോക്കിക്കൊൽവിൻ. ബ്രഹ്മമൊന്നുണ്ടു ചിത്തമുടക്കി നോക്കിക്കൊൽവിൻ. നിർമ്മലമെന്നതിനാൽ ചിത്തം ഏകാഗ്രമാക്കി അതിലും ബഹുവിധമുണ്ടല്ലോ വൈരാഗ്യങ്ങൾ. അതിലും സ്വർഗാദി ഭേദങ്ങളുണ്ടെന്നു ചൊല്ലി മതിയിൽ കർമ്മശക്തി ഭോഗശക്തിയും നേർപ്പിച്ചതിനാൽ ബ്രഹ്മം കാണാതിരിക്കും നേരത്തിങ്കൽ ദണ്ഡപാത്രങ്ങൾ യജ്ഞമഗ്നി യജ്ഞോപവീതം ദണ്ഡമെന്നിയെ ശിഖ മുതലായ സർവത്തെയും ത്യജിപ്പിൻ. സംന്യാസത്തെ കൈക്കൊൾവിനെന്നും ചൊല്ലി യജനം വിട്ടു സന്യാസത്തിങ്കലാക്കി വച്ചു. പിന്നെയും ബ്രഹ്മം കാണാഞ്ഞന്തരായിരിക്കുമ്പോൾ മൂന്നാമതായി ജ്ഞാനകാണ്ഡത്തെ കാട്ടിയതിൽ തന്നെ തന്നാലെ എണ്ണി സാക്ഷിയും സർവസാക്ഷി തന്നെയും തത്വപദാം ജഗത്തിന്ന നിത്യത്വം നന്നായിട്ട കാര്യകാരണവും കാട്ടി മായ തന്നെയും അറിഞ്ഞിട്ട് സർവവും താനായി കണ്ടു എന്നപ്പോൾ ഭേദം ചൊല്ലും പൂർവകാണ്ഡങ്ങൾ രണ്ടും ഭിന്നമായി പരോക്ഷമായി ദുർബലമായി പോകും. അന്നേരമപരോക്ഷജ്ഞാനവും വന്നു ബ്രഹ്മം
ഒന്നേ സർവവും ശോഭിച്ചിടുന്നതെന്നു കാണും. അന്നേരമപരോക്ഷജ്ഞാനവും വന്നു, ബ്രഹ്മം ഒന്നീ സർവവും ശോഭിച്ചിടുന്നതെന്നു കാണും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണാദേതി സമർപ്പയാമി. നാരായണാദേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണാദേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.